സ്നേഹമുള്ള സഹോദരങ്ങളെ, മാർച്ച് 26 ബുധൻ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞ ശേഷമാണ് ഈശോ തൻ്റെ നിത്യജീവനിലേക്കുള്ള വചനങ്ങളെക്കുറിച്ച് പറയുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഈ വചനം കഠിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ശ്രവിക്കാതെ കടന്നു പോകുന്ന ഒരവസരം. തൻ്റെ ശിഷ്യന്മാരിൽ പലരും പിറുവിറുക്കുന്നു. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് പറഞ്ഞപ്പോഴുള്ള കർത്താവിൻ്റെ ആ വെളിപ്പെടുത്തൽ, സ്വയം കുർബാനയായി നമുക്ക് തരുന്ന കർത്താവിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് പിറുവിറുത്തത്. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾക്കിത് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയാണെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഉത്തരം കൊടുക്കുന്നത് എങ്ങനെയാണ്? ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ച് ആത്മാവിനാണ് പ്രാധാന്യം. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരം രോഗപൂർണമാണ്. ഓരോ ശരീരത്തിലും ധാരാളം രോഗമുണ്ട്, രോഗാണുക്കളുണ്ട്. പക്ഷേ ആത്മാവ് അതിനുള്ളിൽ സുരക്ഷിതമായി കഴിയുന്നു, പവിത്രമായി കഴിയുന്നു. ഈ ആത്മാവ് ആണ് ജീവൻ നൽകുന്നത്. എന്താണ് ജീവൻ? ദൈവിക ജീവനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ നീക്കത്തിൽ ഈ ജീവനാണ് നമുക്ക് ആവശ്യം. ശരീരം ഒന്നിനും ഉപകരിക്കുന്നതല്ല എന്ന് ഈശോ പറയുകയാണ്. ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ഈശോ പറയണത്. അതായത് കർത്താവിൻ്റെ ജീവനും ശരീരവും പരിശുദ്ധ കുർബാനയായി നമുക്ക് തരുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇതെല്ലാം പറയുക. എന്നാൽ വിശ്വസിക്കാത്തവരായ നിങ്ങളിൽ ധാരാളം പേരുണ്ട് എന്ന് ഈശോ പറയുകയാണ്. അത് തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്ന ആളെ ഉദ്ദേശം കൂടിയാണ്, യൂദാസിനെ ഉദ്ദേശം കൂടിയാണ്. ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു എന്ന് സുവിശേഷകൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കൽ വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഈശോ അവരോട് തുറന്ന് പറയുകയാണ്. പിതാവിൽ നിന്ന് വരം ലഭിച്ചാലേ നമുക്ക് യേശുവിലേക്ക് അടുത്ത് വരാൻ പറ്റുകയുള്ളൂ. ആ പരിശുദ്ധ കുർബാനയിലേക്ക് അടുത്ത് വരാനായിട്ട് പറ്റുകയുള്ളൂ. അത് മനസ്സിലാക്കേണ്ടവരാണ് നമ്മൾ ഓരോ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ. അതിനുള്ള ആ ഒരു വിശ്വസ്തതാപൂർവമായ വിശ്വാസത്തോടു കൂടിയ ഒരു ജീവിതം നമുക്കുണ്ടാകണം. അവൻ്റെ ശിഷ്യന്മാർ വളരെ പേർ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം കേട്ടിട്ട് വിട്ടുപോയി എന്നാണ് സുവിശേഷകൻ പറയുന്നത്. അവൻ്റെ കൂടെ നടന്നില്ല. അത്രയും സമയം മുഴുവൻ യേശുവിൻ്റെ കൂടെ നടന്നവരാണ്. നമ്മൾ യേശുവിൻ്റെ കൂടെ നടക്കേണ്ടവരാണ്. കൂടെ നടക്കുക, ചേർന്ന് നടക്കുക, എല്ലാം സ്വീകരിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ യേശു 12 പേരോടായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? വലിയൊരു ചോദ്യമാണ്. നമ്മളും പലപ്പോഴും യേശുവിനെ വിട്ടകന്ന് നിൽക്കുമ്പോൾ നമ്മളോട് ഈ ചോദ്യം ഉണ്ട് കേട്ടോ, നിങ്ങളും എന്നിൽ നിന്ന് അകന്നു പോവുകയാണോ? നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, നമ്മൾ തിന്മ ചെയ്യുമ്പോൾ, നമ്മൾ പ്രമാണങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ അനീതി പ്രവർത്തിക്കുമ്പോൾ എല്ലാം നമ്മൾ കർത്താവായ യേശുവിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്, അകന്നു പോവുകയാണ്. അപ്പോൾ നമ്മളോടുള്ള ചോദ്യമാണ്, എന്നിൽ നിന്ന് നിങ്ങളും ദൂരെ പോകാൻ, അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് കൊടുത്ത മറുപടിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? വലിയ ചോദ്യമാണ്. നമുക്കും ഈ താഴ്മയോടുകൂടി, ഈ വിനയത്തോടുകൂടി, ഈ എളിമയോടുകൂടി ഇത് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാണ്, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. മാമോദിസ വഴി ദൈവവചനത്തിലേക്ക് കടന്നു വന്ന നമ്മളെല്ലാവരും യേശുവിൻ്റെ സ്നേഹപുത്രനായി അല്ലെങ്കിൽ സ്നേഹ സഹോദരനായി സഹോദരിയായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട അർഹതയുള്ള വ്യക്തികളായിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഇതൊരു വലിയ ചിന്തയായിരിക്കണം. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് പത്രോസ് പറയുകയാണ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെയും തിരഞ്ഞെടുത്താണല്ലോ എന്നോട് ചേർന്ന് നിൽക്കുക എന്ന ആ ഒരു വലിയ സന്ദേശത്തിന് എതിർ നിൽക്കുന്നവരുണ്ട്. അത് യേശു പറയുമ്പോഴും നമ്മൾ ഓർക്കണം, ഈശോയിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത്. ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ.
നമ്മുടെ കർത്താവ് ശിംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ യാവറ പിതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.